ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ എവിടെയാണ് ആര്യ? ഹിമാചൽ പ്രദേശ്. അതെ, മണാലി. ഗൈസ്, മണാലിയാണ് ഗൈസ്. മണാലി എത്തി. ഭയങ്കര ഡ്രൈ ആണ്. കൈയും കാലും മൊത്തം നമ്മള് ലോഷൻ ഇട്ട് നടക്കേണ്ടി വരും. സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ വല്ല ഇങ്ങനെ തണുത്തിട്ട്. മണാലി ഒരു രക്ഷയില്ല. പക്ഷെ ഒന്നും അറിയണില്ല. ഫ്രീസായി പോയി. ഫ്രീസായിട്ട് ക്യാമറ വറക്കുന്നു. കൈയൊക്കെ കട്ടായി പോയി. ഒന്നും അറിയുന്നില്ല. ഒന്നും വിചാരിക്കണ്ട, ക്യാമറ ഷെയ്ക്കായതാണ് വരച്ചിട്ട്. ഹലോ ഗൈസ്, സോ ഡേ 1 ഇൻ മണാലി. മണാലി ഹഡിബ ടെമ്പിൾ, അതുപോലെ കുറച്ച് ലോക്കൽ സൈറ്റ് സീയിങ് കാണാനൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നത്. ആൻഡ് ഞങ്ങളെങ്ങനെ മണാലി എത്തി. ഇപ്പുറത്ത് വാ. നല്ല തണുപ്പാട്ടോ ഇവിടെ. അയ്യോ, ഓൾറെഡി തണുപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. മണാലി വരാൻ ഉദ്ദേശിക്കുന്ന ആളുകള് ഉള്ള എല്ലാതും എടുത്തിട്ട് വന്നാ മതി. കുടുംബക്കാര് അതെ 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 അതെ. ഇത് പ്രത്യേകം. ആകെ 10 സബ്സ്ക്രൈബർ ആണുള്ളത്. ആ 10 സബ്സ്ക്രൈബറിൽ ആരെങ്കിലും ഒരാള് മണാലി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. എല്ലാവർക്കും മണാലി ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവരെടുത്താണ് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സ്വപ്നം കാണുക. ഇതൊക്കെ എടുത്തിട്ടില്ലാതെ വെറുതെ. അപ്പം നല്ല തണുപ്പാണ്, എക്സ്ട്രീം തണുപ്പാണ്. ഇനി അങ്ങനെ തണുപ്പ് കൂടാന്നല്ലാതെ കുറയുന്നില്ല. നല്ല ഉച്ചയാണ്, പക്ഷെ നല്ല തണുപ്പ് തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ എന്ത് കാണിച്ചു തരാം? വ്യൂ. നമ്മളെ റൂമിന്റെ വ്യൂവും കാണിച്ചു. ബാൽക്കണി വ്യൂ. ദിസ് ഇസ് അവർ റൂം. റൂമിന്റെ കോലം അല്ലാണ്ട് നോക്കണ്ട, ഇപ്പം വന്ന് കെട്ടഴിഞ്ഞതിന്റെ കുറച്ച് കാര്യങ്ങളാണത്. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ ഗൈസ്. ഇതേ ആ കാണുന്നൊക്കെ കണ്ടാ മഞ്ഞുമലകളാണ് ഗൈസ്. മഞ്ഞുമലകൾ. അങ്ങോട്ടേക്ക് പോവണം ഇനി. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ ഇവിടെ കുറെ റിസോർട്ടും കാര്യങ്ങളും റൂംസും കോട്ടേജുകളൊക്കെ ഉണ്ട്. അപ്പം നല്ല രസമുള്ളൊരു ഏരിയ ആണ്. കുറേ ആളുകളുണ്ട്. നമുക്കിപ്പം നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ക്യാബ് വരും. ഇനി നമ്മൾ സൈറ്റ് സീയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ നൈറ്റ് ഇങ്ങോട്ടേക്ക് റൂമിലോട്ട് റിട്ടേൺ തിരിച്ച് കയറുള്ളൂ. അപ്പം അതുവരെ ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ് ആണ് ഇന്ന് ഡേ 1. അപ്പോൾ മാൾ റോഡ്, അതുപോലെ ഹഡിബ ടെമ്പിൾ, അങ്ങനെ. അപ്പോൾ പൊതുവെ മണാലിയിൽ ഓൾറെഡി സ്നോഫോൾ കുറവാണെന്നാണ് അവരെല്ലാവരും പറയുന്നത്. ആൻഡ് ലെറ്റ്സ് സീ, നമുക്ക് പോയി നോക്കാം. എന്തായാലും മഞ്ഞ് കാണാതെ വരാൻ ഒരു ഉദ്ദേശമില്ല ഞങ്ങൾക്ക്. സോ മഞ്ഞുള്ള സ്ഥലത്തോട്ട് പോകും. അതാണ്. ഇനിയിപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടത്തേക്ക് പോകും നമുക്ക് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഫിസിക്കൽ ഹെൽത്ത് ഈസ് നോട്ട് ഓക്കെ ഫോർ ദാറ്റ്. അതുകൊണ്ട് ഈ കോട്ടേജിലോട്ട് 3-4 സ്റ്റെപ്പ് കയറിയപ്പോ തന്നെ നമ്മളെ അവസ്ഥ ഭയങ്കരമായിരുന്നു. അപ്പൊ പിന്നെ ഈ മലം കയറി ട്രക്കൊക്കെ ചെയ്ത് വരുമ്പോ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് തമ്പുരാൻ അറിയാം അല്ലേ. വയ്യ. ഗ്ലൗസ് ഇവിടെ ഗൈസ്. ഇവിടെ അയ്യോ, ഇത് കണ്ടു കഴിഞ്ഞാൽ അവന്മാര് പറയും തള്ള. എന്താ പറയാ, അല്ലാത്ത അവസ്ഥ. കാല് പൊക്കാൻ വയ്യത്രതിന്. പടങ്ങളില്ല ഗൈസ്. ബെൽറ്റിട്ട് കെട്ടി പൂട്ടിച്ച് സത്യം പറഞ്ഞ കൈയും കാലം മുറിഞ്ഞാ പോലെ മനസ്സിലാവണില്ല തണുത്തിട്ട്. ആലോചിച്ച് പാന്റിന് താഴത്ത് എന്തൊക്കെ ഒന്ന് ചെയ്യാ. പാന്റിന് താഴത്തെ മാത്രം ബൂട്ട്സിട്ട്. Where are you? ഹഡിബ ടെമ്പിൾ. നമ്മള് ഏജവാനിയിൽ കണ്ട ഗൈസ്, ഇവിടെ നിന്നാണ് ദീപിക പതുക്കണം രണ്ടിട്ടവരും ആ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് എന്തോ ഡയലോഗ് പറയുന്നു. എന്തോ ഡയലോഗാ പറയുന്നത്? ഗൈസ്, and this is ഹഡിബ ടെമ്പിൾ. ഇങ്ങനെ ആര്യ ഇഷ്ടപ്പെട്ടാ? യെസ്. ഞാൻ പോയി മാറ്റിട്ട് വരാം.
ഇവിടുത്തെ നമ്മള് ഡ്രസ്സ് മാറ്റി തന്ന ആള് നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാൻ വരാതെ പറ്റുന്നു. സോ യാ, ഇനിയുള്ള ദിവസങ്ങളിൽ ഫുൾ മാഗി ആയിരിക്കും. അതുകൊണ്ട് ഒരു ക്ലിപ്പ് എടുക്കുള്ളൂ. ലഞ്ചിന് മനസ്സിലാക്കുക, ഞങ്ങൾ ഇന്നും ഇവിടെ മാഗിയാണ് കഴിക്കുന്നത് എന്ന്. രാവിലെ മാഗി കഴിച്ചത്, ഉച്ചയ്ക്ക് മാഗി, ഇനി രാത്രി രാവിലെ ചായയും മാഗി, ചായയും മായും കുടിക്കാൻ വേണ്ടിട്ട് റൂമിനെ പുറത്തുനിന്നാ സൂര്യ കൈ തണുക്കണേ, ചായ മുക്കിക്കോ. കൈ തണുക്കണില്ല. ഇട് ഇടേ ടെക്നോളജിയ. അയ്യോ എന്റെ ഉള്ളി പൊള്ളി. ഞാൻ പറഞ്ഞ ഇപ്പൊ സുഖമായി, അറിയൂല കുടിക്കുന്ന സ്റ്റെപ്പ് ആംബിയൻസും ഉള്ള ഒരു തൊയ്ര്യം. ഇതൊക്കെ മണാലി വരുന്നവര് ശ്രദ്ധിക്കട്ടാ. ഈ ആംബിയൻസോ കാര്യങ്ങളോ വൈബോ ഉള്ള ഹോട്ടൽസിലൊന്നും പോയി ഫുഡ് ഞം ഞം തിന്നാതിരിക്കാം. ബിക്കോസ് നല്ല റേറ്റ് ഉണ്ട് ഇവിടെ. പൊതുവെ തെരുവുകളിലുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിക്കാം. അപ്പൊ നേരത്തെ കഴിച്ച ഡയറിയ വന്നല്ലേ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മള് വാൻവിഹാർ നാഷണൽ പാർക്ക്. ഇവിടെ ഫുൾ ഓഫ് പാർക്കുകളാണ്. മണ്ടക്ക് ഇത് ഫുള്ള് ഒരുത്തി ഇവിടെ ഊഞ്ഞാൽ, കുട്ടികൾ ഊഞ്ഞാലാടുന്ന കണ്ടിട്ട് പഴയ ഓർമ്മയിലോട്ടൊക്കെ പോയി. ഇനി ഊഞ്ഞാൽ ഇന്ന് സ്ലൈഡ് ഇതാക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. വേറെ സാധനം കാണിച്ചിട്ട് ഇങ്ങോട്ട് നോക്ക്. എന്താ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ബോട്ടിങ്ങിന് പോവാം. ഫൈനലി ഗൈസ്, മാൾ റോഡിലൊക്കെ നല്ല ക്യാഷ് ഉണ്ട് കേട്ടോ. മാൾ റോഡ് പർച്ചേസിങ്ങിന് വേണ്ടി മാത്രമാണ്. കയ്യേക്കോ എങ്ങനെയുണ്ട്? മടങ്ങണമൊന്നുമില്ല കൈ. ഇത് പറ്റില്ല. മണാലി ഡേ 1 ഇവിടെ ജസ്റ്റ് കം കം. നമ്മള് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതാണ് നമ്മള് റൂം ബാൽക്കണി വ്യൂ ട്ടോ. നൈറ്റ് മോർണിംഗ് ഉള്ളത് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഡേ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നാളെ നമ്മൾ സ്നോ കാണാൻ വേണ്ടി പോകും. ഡിന്നർ കഴിച്ചു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഉറങ്ങണം. ഉറക്കം കിട്ടുമെന്നൊക്കെ നോക്കട്ടെ. നല്ല തണുപ്പാണ് അവിടെ, ഒടുക്കത്തെ തണുപ്പാണ്. സോ എന്താണ് അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ബൈ.